പോലീസ് സ്റ്റേഷൻ. ഹലോ, നമസ്കാരം. ഇതേ ഡിക്റ്റേറ്റീവ് ന്യൂസ് കേരള എന്ന് പറഞ്ഞ ചാനലിൽ നിന്നായിരുന്നേ ഈ വിളിച്ചതേ. അതായത് ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഗർഭിണിയായ സ്ത്രീ വന്ന് അവിടെ 8 മാസം എടുത്ത് ഗർഭമുള്ള ഒരു സ്ത്രീ അവിടെ വന്ന് ഇരിക്കുന്നതായിട്ടും നിയമസഹായം ലഭിച്ചില്ലെന്നും പരാതിപ്പെട്ടില്ലെന്നും പറഞ്ഞിട്ട് പോസ്റ്റ് ഫേസ്ബുക്ക് വഴി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ആധികാരികതയുണ്ടോ? അത് ഇത് നടന്ന സംഭവമാണോ, അല്ലെങ്കിൽ ഇത് AI നിർമ്മിതമാണോ? ഒരു ശ്രീലങ്കൻ ലേഡി 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഇപ്പോഴാരും ഇവിടെ ഇരിപ്പില്ല. 2 ദിവസം മുമ്പാണ് സംഭവം. പ്രണയിച്ച ആള് വിശ്വസിച്ച് നാട് കടന്നെത്തിയ ഒരു യുവതിക്ക് ഒടുവിൽ നേരിടേണ്ടി വന്നത് വഞ്ചനയും മാനസിക തകർച്ചയും. ഗൾഫിൽ സഹപ്രവർത്തകയായിരിക്കെ പ്രണയത്തിലായ കണിയാപുരം സ്വദേശിനിയാണ് ശ്രീലങ്ക യുവതി. സംഭവം ശരിയല്ലേ? ഇവര് പരാതി ഒന്നും തന്നില്ല. പരാതി തന്നില്ല. ഇവർക്ക് കൗൺസിലിംഗ് എന്തെങ്കിലും കൊടുത്തായിരുന്നോ നമ്മുടെ ഭാഗത്തുനിന്ന്, സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന്? ഹോസ്പിറ്റലിൽ കൊണ്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് പിന്നെ അദ്ദേഹം ഏറ്റോണ്ട് പോയി. അതെ, ആരേറ്റോണ്ട് പോയി? കൂടെ വന്ന ആള് നജീബാണോ ഇതിന്റെ ആള്? അതെ. ഈ വിശ്വാസവഞ്ചന ചെയ്തത്? അതെ. ഓക്കെ. ഈ നജീബ് എവിടെയുള്ള? നജീബ് കണിയാപുരത്തോ അങ്ങോട്ട് ചിറ്റാറ്റിപ്പൂക്കോ അങ്ങോട്ട് എവിടെയുള്ളതാണ്. കണിയാപുരം. മംഗലാപുരം സ്റ്റേഷൻ അതിർത്തി. ഈ നജീബിന്റെ പേർക്ക് സ്വമേധ ഒരു കേസ് എടുക്കാൻ പറ്റായിരുന്നോ മാഡം? അത് വളരെ ഞങ്ങൾക്ക് കൂടുതലും വിദേശത്താണ്, ദുബായിലും അവിടെ ഇവിടെയൊക്കെയാണ്. അതെ അല്ലേ? കണ്ടപ്പോ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി, കണ്ടപ്പോ ഒത്തിരി സങ്കടം തോന്നി, അതാട്ടോ വിളിച്ചത്. നമുക്ക് വിഷയമുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ ആയിക്കോട്ടെ. നമസ്കാരം. 2 ദിവസം മുമ്പ് തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു 8 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു യുവതി അവിടെ വന്ന് നിരാഹാരം ഇരുന്നതായിട്ടുള്ളൊരു റിപ്പോർട്ട് സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയാനിടയായി. അതേപ്പറ്റി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനുമായിട്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സംഭവം സത്യമാണ്. ശ്രീലങ്കൻ യുവതിയാണ്. അവർക്ക് പീഡനം ഏറ്റത് അവരുടെ തന്നെ ഒരു ബോയ് ഫ്രണ്ടായിട്ടുള്ള ഒരു നജീബ് എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ടാണ്. മലയാളിയാണ്. ഗൾഫിൽ വെച്ചാണ് അവർ ഒരുമിച്ച് താമസിച്ചപ്പോൾ സംഭവിച്ച കാര്യമാണ്. വിവാഹ വാഗ്ദാനം നൽകി അവരെ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പീഡനം നടന്നിരിക്കുന്നതും. അവർ 8 മാസം ഗർഭിണിയാണ്. അതിനുശേഷം ആ യുവാവ് കേരളത്തിലേക്ക് കടക്കുകയും അയാളെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ വിവരം കിട്ടാതാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് അവർ ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ വന്ന് നിരാഹാരം ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇതറിഞ്ഞ ഈ നജീബിനെ പോലീസ് ബന്ധപ്പെട്ടോ ഏതോ രീതിയിൽ ബന്ധപ്പെട്ട് നജീബിൻ്റെ കൂട്ടത്തിൽ പിന്നീട് ആ സ്ത്രീയെ തന്നെ പറഞ്ഞു വിട്ടതിരിക്കുന്നതായിട്ടാണ് കിട്ടിയിരിക്കുന്ന ഒരു അറിവ്. അത് വളരെ ക്രൂരമായിട്ടുള്ളൊരു സംഭവമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 8 മാസം ഗർഭിണിയായ സ്ത്രീയെ വിദേശത്ത് വെച്ചാണ് ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടത് എങ്കിൽ പോലും അതിനുശേഷം അവർ ആ യുവാവിനെ അന്വേഷിച്ച് കേരളത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ട് എന്ന് കൂടി അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നീതിക്ക് വേണ്ടിയിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ സാഹചര്യത്തിൽ അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇവിടുത്തെ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും സർക്കാർ നിയമ സംവിധാനങ്ങളും വളരെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് അവർക്ക് നീതി നടപ്പാക്കി കൊടുക്കേണ്ടതിന് പകരം കേസൊന്നും രജിസ്റ്റർ ചെയ്യാതെ ഈ പ്രതിയായിട്ടുള്ള വ്യക്തിയോടൊപ്പം തന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു അറിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് വളരെ ക്രൂരമായിട്ടുള്ളൊരു കൃത്യമായി പോയി എന്ന് തന്നെയാണ് ഇവിടെ നീതിബോധമുള്ള പൊതുസമൂഹം ശക്തമായിട്ട് അതിനകത്ത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇതിനകത്തേക്ക് ഇടപെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ അതിശക്തമായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സർക്കാർ നിയമ സംവിധാനങ്ങളും അതിശക്തമായിട്ട് ഇതിൻ്റെ പിന്നാലെ പോകേണ്ടതുണ്ട്. കാരണം ആ സ്ത്രീ 8 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് നിരാഹാരം കിടക്കുന്നതിന് സമാനമായിട്ടുള്ള രീതിയിൽ അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് നീതി കൊടുക്കുന്നതിന് പകരം അത് ശത്രുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നിരിക്കുന്നതായിട്ട് അറിയുമ്പോൾ അത് എത്രമാത്രം ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ഇതിനകത്ത് ഇതോടൊപ്പം തന്നെ ശ്രീലങ്കൻ യുവതിയാണെന്ന് പറയുമ്പോൾ ശ്രീലങ്കയിലെ മനുഷ്യാവകാശ പ്രവർത്തകരും
ഇതിനകത്ത് ഇടപെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേറ്റ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വിജയ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാരും ഇതിനകത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരള സർക്കാർ ഇപ്പോൾ പുതിയതായിട്ട് സർക്കാർ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ പോലും ഇവിടെ സർക്കാർ സംവിധാനം യഥാർത്ഥമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ഇങ്ങനെയൊരു പ്രവൃത്തി നടന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. കാരണം ഇവിടെ ഇത്രയും പ്രതിസന്ധിയിൽ പെട്ടുകിടക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി നീതിക്ക് വേണ്ടി അലഞ്ഞ് കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനം ഈ രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ വിദേശ രാജ്യങ്ങളിൽ പോലും എന്ത് സന്ദേശമാണ് നൽകുന്നത്? കാരണം മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തിരുന്നുകൊണ്ട് ഒരു മെയിൽ സന്ദേശം അയച്ചാൽ പോലും അതിലെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ പാതിരാത്രിയിൽ പോലും അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കുന്നതിലൊക്കെ ഉത്സാഹം കാണിക്കുന്ന സർക്കാർ സംവിധാനം ഇത്തരം കാര്യങ്ങളിനകത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉദാസീനത കാണിച്ചു എന്ന് മാത്രമല്ല, അതിനേക്കാളെല്ലാം ഗൗരവത്തിൽ കാണേണ്ടത് ഇതിൽ പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തിയോടൊപ്പം ആ സ്ത്രീയെ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ ആ സ്ത്രീയെ കൊണ്ടുപോയി ഏതെങ്കിലും മാനസിക രോഗിയാക്കി ഏതെങ്കിലും പ്രാന്താശുപത്രിയിൽ അവരെ ബന്ധിച്ചിരിക്കുകയാണോ, അതുമല്ലെങ്കിൽ അവരെ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യാനായിട്ട് ആ പ്രതി തുനിഞ്ഞിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. കാരണം ഇതിപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നു. അതായത് മറ്റ് സ്ത്രീകളെ അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളുമുള്ള പുരുഷന്മാർ തന്നെ മറ്റ് സ്ത്രീകളെ എങ്ങനെയെങ്കിലും വല വീശി പിടിച്ച് അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് ഗർഭിണിയാക്കി അവരുടെ ജീവിതവും അവരുടെ ജീവനും തന്നെയും ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തോ വലിയൊരു പുണ്യപ്രവൃത്തിയാണ് എന്നുള്ള നിലയിലേക്കൊരു ട്രെൻഡ് ഇപ്പോൾ മാറി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ നജീബിനെ പോലുള്ള അതിക്രൂരനായിട്ടുള്ള ക്രിമിനലിനെ എത്രയും പെട്ടെന്ന് നീതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, ആദ്യം പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇവിടുത്തെ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും നിയമ സംവിധാനങ്ങളും അതിശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആ നീതി തേടി വന്ന ആ ശ്രീലങ്കൻ യുവതി അവർ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലാണ് വന്ന് നിരാഹാരം ഇരുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ആ സ്ത്രീ ഇപ്പോൾ ഭൂമിക്ക് മുകളിലുണ്ടോ, ജീവനോടെ ഉണ്ടോ, ഈ പ്രതിയോടൊപ്പം പറഞ്ഞു വിട്ടിരിക്കുന്ന സ്ഥിതിക്ക് ആ പ്രതി തന്നെ ഏതെങ്കിലും ബന്ധനസ്ഥിലാക്കിയിട്ടുണ്ടോ, ഏതെങ്കിലും പ്രാന്താശുപത്രിയിൽ കൊണ്ട് തള്ളിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നതായിരിക്കും. എന്താണെങ്കിലും ശരി, മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റുള്ള എല്ലാ വിഭാഗവും നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന എല്ലാ വിഭാഗവും ഈ കാര്യത്തിനകത്ത് ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.